ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് CSSലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടൂളുകളെ കുറിച്ചാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ CSSലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂളുകളാണ് പറഞ്ഞത്. ഇനിയും കുറച്ച് ബേസിക് ആയിട്ട് ടൂളുകൾ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടൂളിനെ പരിചയപ്പെടുത്താം. ഗ്രേഡിയന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പല ഇമേജ് അതല്ലെങ്കിൽ പല PNG അങ്ങനെയുള്ള കുറേ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ചേർത്ത് കൊടുക്കും. എന്നാൽ ഈ ഇമേജുകൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആ വെബ് പേജ് ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഇമേജിൻ്റെ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പവറിനോ അല്ലെങ്കിൽ ലെങ്തിനോ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ആ പേജ് ലോഡ് ചെയ്യാൻ ടൈം എടുക്കുക. ആ ഇമേജ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല ക്ലാരിറ്റിയും അതേപോലെ നല്ല സൈസുള്ളൊരു ഇമേജ് ആണെങ്കിൽ ആ വെബ് പേജ് ലോഡ് ചെയ്യാൻ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്രശ്നം ഒഴിവാക്കാൻ നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള പല ഗ്രേഡിയൻസുകളും നമുക്ക് CSS ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ ഗ്രേഡിയൻസ് ലോഡ് ചെയ്യാൻ സമയം എടുക്കുമോ എന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് വരും. എന്നാൽ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത് അതൊരു ഫയലായിട്ടല്ല നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്, ഒരു കോഡായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ കോഡിന് എന്ത് ചെയ്യും, ബ്രൗസറാണ് അത് റെൻഡർ ചെയ്ത് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ഇമേജ് സെർവറിൻ്റെ ഉള്ളിൽ ഫയലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അത് നമ്മളെ വെബ് പേജിലേക്ക് ലോഡ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അതിനടിസ്ഥാനത്തിലായിരിക്കും നമുക്കത് റണ്ണ് ചെയ്യിപ്പിക്കാൻ സമയം എടുക്കുക. പിന്നെ ഗ്രേഡിയൻസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഗ്രേഡിയൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഒപ്പേറ അതേപോലെ തന്നെ ഫയർഫോക്സ് അതേപോലെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഇതിനൊക്കെ സെപ്പറേറ്റ് ഗ്രേഡിങ് സിസ്റ്റമാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ്, അതായത് ഏതാണ്ട് കുറച്ച് ബ്രൗസറുകളല്ലാത്ത എല്ലാ ബ്രൗസറും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്രൗസറായ ഗൂഗിൾ ക്രോമും സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ബാക്കിയുള്ള ബ്രൗസറുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മളിത് ചെയ്യുന്നു എന്ന് നമ്മളിതിൻ്റെ നോട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബ്രൗസറും ഗൂഗിൾ ക്രോം ബ്രൗസറിൽ റൺ ചെയ്യുന്ന ഗ്രേഡിയൻസ് എങ്ങനെ CSS ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ CSS ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വെബ് പേജ് തുടങ്ങി അതിനുശേഷം നമ്മളിവിടെ ഒരു ഡിവിഷൻ ടാഗിനാണ് നമ്മളിവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രേഡിയൻസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡിവ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമ്മൾ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇതിനൊരു 100 പിക്സൽ ഹൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെടുത്ത് കുറച്ച് അധികം നമ്മൾ വെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ എത്രത്തോളം വെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അത് നമുക്ക് കാണാൻ വേണ്ടി ഇതിന് 100 പിക്സൽ വെടുത്തും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഗ്രേഡിയൻസ് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ലീനിയർ ഗ്രേഡിയൻറ്റ് ടോപ്പിൽ നിന്ന് ബോട്ടണിലേക്ക് വരുന്ന മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് എന്ന ടാഗ് ചേർത്ത് കൊടുക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ട് എന്ന മെത്തേഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ലീനിയർ ഗ്രേഡിയൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഇതിൽ നമുക്ക് ഏതൊക്കെ കളറായിട്ടാണോ നമുക്ക് ഗ്രേഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആ കളറുകൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നാമത്തെ കളർ റെഡും രണ്ടാമത്തെ കളർ ഞാൻ ഗ്രീനും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പേജ് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇപ്പോൾ നമ്മൾ ഗ്രേഡിയൻ്റ് ടോപ്പ് ടു ബോട്ടണാണ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നമുക്കത് മുകളിൽ നിന്നും താഴെ വരെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ 2 കളറുകൾ വരുന്നത്, നമുക്ക് മൂന്നാമത്തെ ഒരു കളർ കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ അടുത്ത കളർ ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ആ കളർ കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ എത്ര കളറുകൾ വേണമെങ്കിലും നമുക്ക് ഗ്രേഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ താൽക്കാലമായിട്ട് 2 കളർ മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഗ്രേഡിയൻ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒന്നാമത്തെ ടോപ്പ് ടു ബോട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് എങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഞാനിവിടെ അടുത്തൊരു ഡിവ് കൂടി ചെയ്യുകയാണ്. നമുക്ക് ഓരോ ഡിവും ഒറ്റ സ്ക്രീനിലായിട്ട് നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഡിവിനും ഞാൻ ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നു. ഒന്നാമത്തിന് A എന്നും ക്ലാസ് എന്നും ചേർത്ത് കൊടുത്തു. രണ്ടാമത്തിന് B എന്ന ക്ലാസ്സും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ക്ലാസ്സിനെ നമ്മളിവിടെ കോഡ് വെച്ചിട്ട് കാൾ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ വന്ന് B എന്ന് ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത് ഇപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് ടോപ്പ് ടു ബോട്ടനാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ വന്ന് ഇതിൻ്റെ മുമ്പ് ടു റൈറ്റ് എന്നൊരു
കോഡ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ നേരെ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും വരിക. ആദ്യത്തേത് നമ്മൾ എന്താണ് പറഞ്ഞത്, ടോപ്പ് ടു ബോട്ടം ആണ്. രണ്ടാമത്തേത് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡയഗോണൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ്. അതായത് ഈ മുകളിൽ നിന്നും ഒരു സൈഡിൽ നിന്നും താഴോട്ട് നമുക്ക് എങ്ങനെ കളർ വരണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത എക്സാമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ വന്ന് മൂന്നാമത്തെ ഒരു ഡിവിഷൻ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഡിവിഷന് നമ്മൾ കൊടുക്കുന്ന പേര് സി എന്നാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാനിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ പേര് ക്ലാസ് നെയിം ഇവിടെ വന്ന് സി എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഈ ഡയഗോണൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ വന്ന് ടു ബോട്ടം, ഇവിടെ ടു റൈറ്റ് എന്ന സ്ഥാനത്ത് നമുക്കിവിടെ വന്ന് ടു ബോട്ടം എന്നെഴുതുക. അതേപോലെ തന്നെ നമുക്ക് ഏത് സൈഡിലേക്കാണോ നമുക്കത് നീങ്ങേണ്ടത് ആ സൈഡും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് നീങ്ങേണ്ടത്, അപ്പോൾ റൈറ്റ് സൈഡ് എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതൊരു സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രേക്ക് ടാഗ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് കാണാം, ഇതിന് മുകളിൽ നിന്നും ഇതുപോലെ താഴോട്ടായിരിക്കും നമുക്ക് ഇതിന്റെ ഗ്രേഡിയന്റ് വരുന്നത്. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ലെഫ്റ്റിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ വന്ന് ലെഫ്റ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഇങ്ങോട്ടായിരിക്കും വരിക. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ റാഡിയൽ ഗ്രേഡിയൻസ് ആണ് ചെയ്തു കൊടുക്കുന്നത്. അതായത് നമുക്ക് റൗണ്ടിലൊക്കെ ആയിട്ട് ഗ്രേഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ റാഡിയൽ ഗ്രേഡിയൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു കോപ്പി കൂടി ഇവിടെ എടുത്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത് നമുക്കിവിടെ വന്ന് ഈ ഡിവും നമുക്കിവിടെ ഡി എന്ന ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഡിവ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ വന്ന് ഇതിന് ഡി എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇതിന്റെ വിഡ്ത്ത് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇതിന്റെ ഹൈറ്റ് ഒന്ന് കൂടുകയും രണ്ടിനും ഈക്വൽ ആയിട്ട് ഹൈറ്റും വിഡ്ത്തും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് റാഡിയലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലും നമുക്ക് വേണ്ടത് ഇവിടെ ലീനിയർ ഗ്രേഡിയന്റിന് പകരം നമുക്ക് റാഡിയൽ ഗ്രേഡിയന്റ് ആക്കി മാറ്റാം. ഓക്കെ, ഇവിടെ വന്ന് റാഡിയൽ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. റാഡിയൽ ഗ്രേഡിയന്റ് ഇതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എത്ര കളറാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം റെഡ് എന്നും രണ്ടാമത് ഗ്രീനും മൂന്നാമത്തത് യെല്ലോയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോഴേ നമുക്ക് ഈ രൂപത്തിലായിരിക്കും വരിക. ഒരു ബോക്സ് രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് രൂപത്തിലായിരിക്കും നമുക്ക് ഗ്രേഡിയൻസ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഈ ഗ്രേഡിയൻസിനെ നമുക്ക് ഓരോന്നിന് അളവ് എത്രത്തോളം കൂട്ടണോ അതേപോലെ തന്നെ എത്രത്തോളം കുറക്കണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പം എക്സാമ്പിൾ ഇതിൽ റെഡ് നമുക്കൊരു കുറഞ്ഞ എമൗണ്ട് മതിയെങ്കിൽ ഒരു 10% മതിയെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് 10% എന്ന് ചേർത്ത് കൊടുത്താൽ ഇതിന്റെ 10% ആയിരിക്കും എന്ത് വരിക, റെഡ് വരിക. ഗ്രീന് നമുക്കൊന്നും കൂടി കുറഞ്ഞൊരു 5% മാത്രം മതിയെങ്കിൽ ഇവിടെ വന്ന് 5% കൊടുക്കുകയാണെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു 5% ആയിരിക്കും നമുക്കിതിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് യെല്ലോ എന്ന് പറയുന്നത് ഒരു 15% നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ യെല്ലോ എന്ന് പറയുന്നത് ഒരു 15% ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 10% റെഡ് എന്നും അതേപോലെ തന്നെ 5% ഗ്രീനും അതേപോലെ തന്നെ 15% നമ്മൾ എന്ത് കൊടുത്തു, യെല്ലോയും കൊടുത്തു. നമുക്കത് ഒന്നുകൂടി മാറി വരാൻ വേണ്ടിയിട്ട് ഞാനിതിന് 20% ഗ്രീന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലും അതേപോലെ തന്നെ 30% എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ യെല്ലോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റെഡ് എന്നത് 5% ആക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ ഗ്രീന് എന്നത് ഞാൻ 15% ആക്കി കൊടുക്കുന്നു. 15% ആക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന യെല്ലോ എന്നത് ഞാൻ 60% ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലൊക്കെയാണ് നമുക്ക് ഗ്രേഡിയന്റ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഗ്രേഡിയൻസ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും അതെങ്ങനെ ചേർത്ത് കൊടുക്കാമെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു CSS ടാഗ് തന്നെയാണ്. അഡ്വാൻസ്ഡ് സെക്ഷനിലാണ് ഈ ഗ്രേഡിയൻസ് വരുന്നത്. നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടാഗാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേജിന്റെ ലോഡിംഗ് സ്പീഡൊക്കെ മറ്റു കോഡുകളെ അപേക്ഷിച്ച് ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്കിത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.